മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി സ്ഥിരതയാർജിക്കലിന്റെ പാതയിലാണെന്ന് നിസ്സംശയം പറയാം. പ്രത്യേകിച്ചും നവംബർ 2010 ശേഷമുള്ള ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് നിരക്കാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ലഭിച്ചത് സെൻസെക്സിലും നിഫ്റ്റിയിലും. എല്ലാ മേഖലകളും IT, ബാങ്കിംഗ് എല്ലാ മേഖലകളും അത്യാവശ്യം ഗണ്യമായൊരു വർധന ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായി ഹെഡ്ജിക്കറ്റി CEO N. ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും വിപണി ഒരു കൺസോൾട്ടേഷൻ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വിപണി ബോട്ടം ഔട്ട് ആയോ ശരിക്കും? വിപണി ബോട്ടം ഔട്ട് ആയോ എന്ന് ചോദിച്ചാൽ ഈ റിസൾട്ട് സീസൺ നമ്മൾ എന്തായാലും ഈ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിന് പ്രധാനമായിട്ട് റീസൺ എന്ന് പറയുന്നത് FISന്റെ ഒരു ഫ്ലോ തന്നെയാണ്. ഒരു ഹ്യൂജ് ബൈയിങ് സൈഡിലേക്ക് FIS വന്നു. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. ഒന്ന്, മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട്. രണ്ട്, FISന്റെ ഫ്ലോ. ഇത് രണ്ടാണ് ഇപ്പോഴും ഈ മാർക്കറ്റ് ഇത്ര ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിക്ക് കാരണമായത്. ഒരു സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റ് ഒരു മോശം റിസൾട്ടാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ വന്ന റിസൾട്ടുകൾ ഇപ്പോൾ ഫൈനലി വന്ന L&T പോലും മാർക്കറ്റ് എബോവ് എക്സ്പെക്ടേഷനാണ്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് കുറച്ച് പോസിറ്റീവായി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ബോട്ടം ഔട്ട് ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇനിയും റിസൾട്ട് വരാൻ ഉയർന്ന നിലവാരം, എക്കാലത്തെയും ഉയർന്ന നിലവാരം 2008 രേഖപ്പെടുത്തിയ 21,000 സംതിങ് ആണ്. എത്രയാണെന്ന് എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. എന്തായാലും ആ ലെവലുകളിലേക്ക് അടുക്കുകയാണ്. അത് ഈ ഒരു റാലിയിൽ അത് ഭേദിക്കുമോ? ഈ ഒരു റാലിയിൽ ഭേദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. ഒന്ന്, US ക്രൈസിസ് ഓവർകം ചെയ്യാൻ ഒബാമ ഗവൺമെന്റിന് കഴിഞ്ഞു. രണ്ട്, FISന്റെ വലിയൊരു ഫ്ലോ ഇന്ത്യയിലേക്ക് വരുന്നു. മൂന്ന്, ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് ഘടകങ്ങൾ ഇക്കണോമിക് സിറ്റുവേഷൻ അത്രത്തോളം പോസിറ്റീവ് അല്ല എങ്കിലും അതുപോലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും, കാരണം ഇലക്ഷൻ വരാനിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു 150 to 200 പോയിന്റ്സ് നിഫ്റ്റിയിൽ ഒരു അപ്പ് മൂവ് ഉണ്ടായാൽ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അതിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിൽക്കുന്നു എന്നുള്ള ഒരു സത്യം തന്നെയാണ്. ടെക്നിക്കലി 6150 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തൊരു പോസിറ്റീവാണ്. അപ്പോൾ വീണ്ടും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് കുറച്ചുകൂടെ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഒരു വൈഡ് റേഞ്ച് മാർക്കറ്റിന്റെ മൂവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് 5800 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പർ സൈഡ് 6300, 350 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ, അതൊരു മേജർ റെസിസ്റ്റൻസ് സോണാണ്. 6180 മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയും മൺഡേ ഓപ്പണിംഗ് ദെൻ 6150 ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഇതിനെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യണം. വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളൊക്കെ തന്നെ ബെറ്ററാണ്. അതുപോലെ തന്നെ FISന്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരികയും ചെയ്താൽ മാർക്കറ്റ് വീണ്ടും കുറച്ചുകൂടെ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ സനൽ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ബോട്ടം ഔട്ട് ആയോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അപ്പോൾ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നോ എന്നേ പറയുള്ളൂ. കാരണം ഒരു കറക്ഷന് വേണ്ടി ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുക. ആ കറക്ഷൻ തീർച്ചയായിട്ടും ഏത് സ്റ്റോക്ക് എടുത്താലും, ഇപ്പോൾ നമ്മൾ ബാങ്കിങ് സ്റ്റോക്കുകൾ എടുത്താലും, മെറ്റൽ, ചൈനയിൽ ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ പുറത്തു വന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക്. ഇപ്പം നമ്മൾ ടാറ്റ സ്റ്റീൽ എടുത്താലും, സെയിൽ എടുത്താലും, ഹിൻഡാൽക്കോ എടുത്താലും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചു വരും. അതുപോലെ ബാങ്കിങ് സെക്ടർ അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തി. അപ്പോൾ ഈ ഇപ്പോഴത്തെ രീതിയിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ, ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ വേണമെങ്കിൽ വിത്ത് സ്റ്റോപ്പ് ലോസ് ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ്. വളരെ കൗതുകമുണ്ടാകുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും മാർക്കറ്റിൽ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഈ IT കമ്പനികൾ വലിയൊരു റൈഡ് തന്നെ നടത്തി. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് വന്നത്. പ്രത്യേകിച്ചും ടാറ്റ കൺസൾട്ടൻസി സർവീസസ് വളരെ മികച്ച റിസൾട്ട്, വളരെ മികച്ച ഗൈഡൻസ്. HCL ടെക് വളരെ മികച്ച ഗൈഡൻസ്. മൈൻട്രി കൺസൾട്ടൻസ് വളരെ മികച്ച റിസൾട്ട്, എക്കാലത്തെയും ഉയർന്ന ഗൈഡൻസ് എല്ലാം നൽകി. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരാനിരിക്കുന്നു വിപ്രോ. പക്ഷേ മാർക്കറ്റിൽ ഇതൊരു പക്ഷേ നേരത്തെ ഡിസ്കൗണ്ടഡ് ആയിരുന്നതുകൊണ്ടാണോ അവർ വിചാരിച്ച പോലെ ഒരു സ്വിങ് ആ ഓഹരികളിൽ കിട്ടിയില്ല, അപ്വേർഡ് സ്വിങ്? ഇത് സനൽ, ഇതിന്റെ റീസൺ മാർക്കറ്റ് ഇസ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വരാനിരിക്കുന്ന റിസൾട്ട് ബെറ്റർ ആയിരിക്കും. നമ്മൾ പോലും ഡിസ്കസ് ചെയ്താണ് IT, ഫാർമ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. കാരണം റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ ഇൻഫോസിസ് എടുത്താലും, TCS എടുത്താലും, മൈൻട്രി എടുത്താലും, HCL ടെക് എടുത്താലും ഈ ലാസ്റ്റ് മാർക്കറ്റ് 5150, 300 ലെവലിലേക്ക് പോയ സമയത്ത് പോലും IT ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യാണ് ഉണ്ടായത്.
അപ്പോൾ വാല്യുവേഷൻ എടുക്കുകയാണ്. ഇപ്പോൾ റിലയൻസ് എടുത്താൽ ഇപ്പോഴും 920, 900 ലെവലിലാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താൽ 1600 ആണ്. ഏത് സ്റ്റോക്ക് എടുത്താലും L&T എടുത്താലും അതേസമയത്ത് IT സ്റ്റോക്ക് ഏറ്റവും ഹയർ വാല്യൂവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഇതിൽ സംഭവിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ വാല്യുവേഷൻ എനിക്കൊന്ന് അടുത്ത് ഇപ്പോൾ ഈ ഒരു കറക്ഷൻ ഉണ്ടാവുമോ? അല്ല, വലിയ ഷാർപ്പായിട്ടുള്ള കറക്ഷനുള്ള സാധ്യത കുറവാണ്. ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് ഈ IT സ്റ്റോക്കുകൾ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ചെറിയൊരു മൈനർ കറക്ഷനോട് കൂടി തന്നെ വീണ്ടും ഇൻവെസ്റ്റേഴ്സിനായി സ്റ്റോക്കിലൊക്കെ എൻട്രി ചെയ്യാം. അങ്ങനെ വാല്യുവേഷൻ IT സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അപ്പർ സൈഡിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് IT സ്റ്റോക്കിനുണ്ട്. പക്ഷേ ചെറിയൊരു മൈനർ കറക്ഷനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ ആണ് IT സെക്ടറിന്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഫ്യൂച്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ട് വന്നതിന് ശേഷം ഈ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് വരാത്തത്. അതിനു മുമ്പ് തന്നെ ആ റാലി സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു പിടി കമ്പനികളുടെ കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വളരെ മികച്ച റിസൾട്ട്, അല്ലെങ്കിൽ തരക്കേടില്ലാത്തൊരു പ്രവർത്തന ഫലം. 127 കോടി രൂപ, 115 ആയിരുന്നു ആദ്യ പാദത്തിൽ. അത് പ്രൊവിഷനിങ് ഉണ്ടായിരുന്നു. നാഫെഡിന്റെ വലിയ കടമായിരുന്നു, 150ഓളം കോടി രൂപയുടെ കടം. അത് തീർത്തു. അതിനുശേഷം രണ്ടാം പാദത്തിൽ 127 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തി. പക്ഷേ കിട്ടാക്കടത്തിൽ അല്പം വർധന കാണിച്ചു. ഫെഡറൽ ബാങ്ക് ഓഹരി വിഭജിച്ചു, ഏകദേശം 71 രൂപയിലേക്ക് എത്തി. 24-ാം തീയതി FIPB യോഗം ചേരും. അതിനുശേഷം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് 49% വരെ അതിൽ ആ സീലിംഗിൽ നിൽക്കുന്ന വിദേശ ധനസ്ഥാപനങ്ങളിലെ നിക്ഷേപം ഫെഡറൽ ബാങ്കിലേത് പരിധി ഉയർത്തി 65ലേക്ക് കൊടുക്കണോ എന്നത് നിശ്ചയിക്കുകയാണ്. അത് ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു ഫോർഗോൺ കൺക്ലൂഷനാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഫെഡറൽ ബാങ്കിന്റെ കാര്യത്തിൽ എത്രത്തോളം വർധന പ്രതീക്ഷിക്കണം? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവിടെ നിന്നുമുള്ള ടാർഗറ്റുകൾ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കുറച്ചുകൂടെ ഇപ്പോൾ ലോങ് ടേം വ്യൂവിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എടുത്താലും ഒരു ഷോർട്ട് ടൈം നമ്മളൊരു ഗെയിനിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ഈ രണ്ട് ബാങ്കിങ് സ്റ്റോക്കിലും അഡ്വൈസബിൾ അല്ല. കാരണം ഈ കറണ്ട് ലെവലിൽ 3 to 4% അപ്പർ സൈഡ് മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ. അതും കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കും നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു 290 to 80 ലെവലിലൊക്കെ തന്നെ ഫെഡറൽ ബാങ്ക് ആണെങ്കിലും ഇപ്പോൾ സ്പ്ലിറ്റ് വന്നു. അതിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ വളരെ സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ കൊടുത്ത. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അഡ്വൈസബിൾ അല്ല. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കറണ്ട് ലെവൽ 2 to 3% അപ്പർ സൈഡിൽ നിന്ന് വീണ്ടും മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ട്രേഡിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് ആംഗിളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ് വിത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോട് കൂടി. അപ്പോൾ ലോങ് ടൈം വ്യൂയോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ ബാങ്കിങ് സെക്ടറിൽ NPA കൂടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഡിസ്കൗണ്ടഡ് ആണ്. അപ്പോൾ അതത്ര നെഗറ്റീവ് അല്ല. പ്രത്യേകിച്ച് ഈ രണ്ട് ബാങ്കും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓൾറെഡി വന്നു, ഫെഡറൽ ബാങ്ക് റിസൾട്ട് വരാനിരിക്കുന്നു. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരാനാണ് സാധ്യത. എന്ത് തന്നെയാണെങ്കിലും ഈ ഷോർട്ട് ടൈം വ്യൂയോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ രീതിയിൽ ബാങ്കിങ് സെക്ടറിൽ അഡ്വൈസബിൾ അല്ല. ഒരു ഫെയർ വാല്യൂവിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ അവസരം സ്റ്റോക്ക് മാർക്കറ്റിലില്ല. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. ഇനി വരാൻ പോകുന്നത് ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അടുത്ത ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് 3 to 4% വരുന്നതോടുകൂടി പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും അഡ്വൈസബിൾ. നമുക്ക് MP രാധ, അവർ റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ഫ്രം PWD ഡിപ്പാർട്ട്മെന്റിന്റെ റെഗുലർ വ്യൂവർ ഓഫ് ദി പ്രോഗ്രാം മാർക്കറ്റ് വാച്ച് ഫ്രം 2008. അപ്പോൾ അവരുടെ കയ്യിൽ ക്രോംപ്ടൺ ഗ്രീവ്സ് 125 രൂപയ്ക്ക് വാങ്ങി, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് 258 രൂപയ്ക്ക് വാങ്ങി, ഫിനോലെക്സ് കേബിൾ 55, പിന്നെ താങ്കൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന L&T ഫിനാൻസ് 92 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു പിടി ഓഹരികൾ, അത് നമുക്ക് വലിയ വിശദമായ ചർച്ചയുടെ ആവശ്യമില്ല, ഒരു പിടി ഓഹരികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. സൺഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി, HDFC, ഫെഡറൽ ബാങ്ക് ആൻഡ് നെസിൽ. അതിന്റെ ഉത്തരം താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ബൈ ഓൺ ഡൗൺഫോൾ. ആ ഓഹരികൾ ഇനി മറ്റ് അവരുടെ കയ്യിലുള്ള ഓഹരികളെ കുറിച്ച് സംസാരിക്കും. L&T ഫൈനാൻസ്, ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും കൺഫ്യൂഷനാണ്. L&T ഫൈനാൻസിന്റെ ഏറ്റവും ഹയർ വാല്യൂലാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്, 92-ലാണ്. ഈ സ്റ്റോക്ക് അതിനുശേഷം 50ലേക്ക് മൂവ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് ആവറേജ് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്ന 2-3 സ്റ്റേജ് ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇപ്പോൾ 90ക്ക് മേടിച്ച സ്റ്റോക്ക് 50ൽ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ അത് 70ലേക്ക് കോസ്റ്റ് വന്ന് ഇപ്പോഴത് പ്രോഫിറ്റിലാവും. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിരിക്കരുത് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ. ഫുള്ളി സെല്ലിംഗ്, ഇപ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്കിംഗ് പറയുമ്പോഴും ഒരു കാരണവശാലും 100% പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ അല്ല. കാരണം ഏറ്റവും ഹയർ വാല്യൂവിൽ സെല്ല് ചെയ്യണമെന്നും
ഏറ്റവും ലോവർ വാല്യൂവിൽ മേടിക്കണമെന്നും മാർക്കറ്റിൽ വാശി പിടിക്കരുത്, എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അതുതന്നെയാണ് ഇവിടെയും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ L&T ഫൈനാൻസിനെ സംബന്ധിച്ച് അഗൈൻ 70 and 63 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 85 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു ടെക്നിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ബാങ്കിങ് ലൈസൻസ് ഒക്കെ ജനുവരി പരിഗണിക്കാനിരിക്കുന്നു. അതൊക്കെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് L&T ഫൈനാൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഫോർ ടൈം ബീങ് 85 ആണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ്, അതും ഹയർ വാല്യൂവിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഈ സ്റ്റോക്കും വളരെ ലോവർ വാല്യൂവിലേക്ക് വന്നിരുന്നു. അഗൈൻ 95 and 85 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 95 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് സോണാണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 85 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. അഗൈൻ ഈ സ്റ്റോക്ക് ആ ഒരു ലെവൽ മാഡം ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 102 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫൈനാൻസ് ആണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. റീസെന്റ് ആയിട്ട് വളരെ ഷാർപ്പായുള്ള റാലി ഇവരുടെ ഗ്രൂപ്പ് കമ്പനീസിലെല്ലാം തന്നെ സംഭവിച്ചു. അഗൈൻ 180 and 160 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട് 180, 160 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ്. അഗൈൻ ഈ സ്റ്റോക്ക് ആ ഒരു ലെവൽ വരുമ്പോൾ ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 230 ആണ് സ്റ്റോക്ക് ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫൈനാൻസിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫിനോലെക്സ് കേബിൾ ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 50 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്നതും. ഒരു ലോങ് ടൈം വ്യൂയോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു ലെവൽ തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൺ ഫാർമ, സ്പാർക്ക്, HDFC ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ അതിന്റെ ഉത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെ പറഞ്ഞ ഇടിയുമ്പോൾ വാങ്ങുക ബെസ്റ്റ് ഓഹരികൾ. അതെ തീർച്ചയായിട്ടും. നമുക്ക് മിൽട്ടൺ അദ്ദേഹത്തിന്റെ ചോദ്യം ആവറേജ് പ്രൈസാണ്. അദ്ദേഹം പലതവണയായി മാർക്കറ്റ് വാച്ച് പരിപാടിയിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവറേജ് ചെയ്തിട്ടുണ്ട്. സിപ്ല വാങ്ങിയിട്ടുണ്ട്, ONGC വാങ്ങിയിട്ടുണ്ട്, IOB വാങ്ങിയിട്ടുണ്ട്, ഓയിൽ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. സിപ്ല നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സിപ്ല ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെ. ഫാർമ സെക്ടർ എല്ലാം തന്നെ ഒരു വർഷമായിട്ട് മാർക്കറ്റ് വാച്ച് പറയുന്നതാണ്, ബൈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. സിപ്ല അഗൈൻ 380 and 360 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 450 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 43 and 37 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. എനിക്കൊന്ന് 60 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദെൻ ONGC ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 260 and 235 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ ഒരിക്കലും ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വൈസബിൾ അല്ല. ONGC 312 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഓയിൽ ഇന്ത്യ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. അഗൈൻ 430 and 415 ഈ സ്റ്റോക്കും ഈ ഒരു ലെവൽ വരികയാണെങ്കിൽ രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓയിൽ ഇന്ത്യയിൽ അഡ്വൈസബിൾ ആണ്. 500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ പോർട്ട്ഫോളിയോ സിപ്ല, IOB, ഓയിൽ ഇന്ത്യ, ONGC ഫണ്ടമെന്റലി ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ സൗണ്ട് ആണ്. പക്ഷെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അടുത്ത കറക്ഷനോട് കൂടി വീണ്ടും ഈ സ്റ്റോക്കിൽ റീ എൻട്രി ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ബിജോയ് ഓസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ 3 ഓഹരികളേ ഉള്ളൂ, 3ഉം ബാങ്കുകളാണ്. ആക്സിസ് ബാങ്ക് 780 രൂപയ്ക്ക് വാങ്ങി ബമ്പർ പ്രോഫിറ്റിൽ നിൽക്കുകയായിരിക്കും. ഇപ്പോൾ ഏകദേശം 1140 ലെവലുകളിലേക്ക് എത്തി. നല്ല റിസൾട്ടായിരുന്നു അതിൻ്റേത്. മറ്റൊന്ന് കാനറ ബാങ്ക് പർച്ചേസ്ഡ് അറ്റ് 210. 3 യെസ് ബാങ്ക് 230 രൂപ. അതും നല്ല റയർ. അതെ, ഏതായാലും 3ഉം ബാങ്കാണ്. അതുകൊണ്ട് അദ്ദേഹം റിസൾട്ട് അനാലിസിസും ചോദിച്ചിട്ടുണ്ട് ഈ 3 ബാങ്കുകളുടേതും. അതിൽ കാനറ ബാങ്ക് എനിക്ക് തോന്നുന്നു റിസൾട്ട് വരാനിരിക്കുന്നു. വെള്ളിയാഴ്ച അല്പം കറക്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് വലിയ ലെവലുകളിലും താഴെ വന്നത്. അതെ, അതിനകത്ത് വാല്യൂഷൻ കറക്ഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അതിന് നമുക്ക് ഡൗൺ സൈഡ് റിസ്ക് കാനറ ബാങ്കിൽ വളരെയധികം കുറവാണ്. അഗൈൻ 215 and 190 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഒരു അടുത്ത കറക്ഷനോട് കൂടി ബിലോ 200 സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് കാനറ ബാങ്ക്. 260 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് ബാങ്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈ റെക്കമെൻഡേഷൻസ് കൊടുത്തു. അഗൈൻ 1300 ലെവൽ ഇദ്ദേഹം തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യണം. ദെൻ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. 1300 വരാനുള്ള പോസിബിലിറ്റി പോലും കുറവാണ്. 1260, 270 ലെവൽ ഫോർ ടൈം ബീങ് ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അഗൈൻ
ആൻഡ് പിന്നെ 1000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ 1000 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഫണ്ടമെന്റലി സൗണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അഗൈൻ ഒരു ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് 1000 ലെവലാണ്. അത് ആ 1000 ലെവൽ പോലും മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഇക്കണോമിക് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ 1000 ലെവലിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. 250 to 300 എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിരിക്കും ആക്സിസ് ബാങ്കിൽ. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഈ സ്റ്റോക്കിലൊക്കെ സംഭവിച്ചു. ദെൻ യെസ് ബാങ്ക്, അതുപോലെ തന്നെ യെസ് ബാങ്കിലും 390 എനിക്കൊന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 390 അദ്ദേഹം 230 ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓൾമോസ്റ്റ് 100% റിട്ടേൺ എന്ന് പറയുന്ന ഹ്യൂജ് റിട്ടേൺ ആണ് ഷോർട്ട് പീരിയഡിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 390 ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ കാനറ ബാങ്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 3 ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, യെസ് ബാങ്ക് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഇതിൽ ആക്സിസ് ബാങ്കും യെസ് ബാങ്കും വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു മാക്സിമം 4 to 5% അപ്പർ സൈഡിലേക്ക് വരെ മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഫൈനൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിരിക്കും. ദെൻ അതിനുശേഷം കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക, റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത മുന്നിലുള്ള വിപണിയെ സംബന്ധിച്ച്, ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അടുത്ത മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം 29-ന് വരുന്ന രഘുറാം രാജന്റെ തന്റെ രണ്ടാമത്തെ വായ്പ നയം. ആദ്യ വായ്പ നയത്തിൽ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. രണ്ടാമത്തെ വായ്പ നയത്തിൽ ഇപ്പോൾ ആദ്യത്തേതിൽ ഞെട്ടിച്ചതുകൊണ്ട് എല്ലാ അനലിസ്റ്റുകളും ഇപ്പോൾ പറയുന്നത് റീപ്പോ നിരക്ക് 4% കൂട്ടുമെന്നാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അദ്ദേഹം അത് കൂട്ടുമെന്ന്. ഇത് ഇപ്പോഴത്തെ നിരക്കുകൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പൊതുവെ വിപണി 4% കൂട്ടും, റീപ്പോ നിരക്ക് കൂട്ടും എന്ന് കരുതുന്നു. മാത്രമല്ല MSF ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി വീണ്ടും അത് 0.5 ബേസിസ് പോയിന്റ് താഴ്ത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇതിൽ ഒന്ന് ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നു എന്നുള്ളൊരു കൺസേൺ. അപ്പോൾ ലാസ്റ്റ് വന്ന ഇൻഫ്ലേഷൻ മോശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 0.5% കൂട്ടാനുള്ള സാധ്യത കാണുന്നു. പക്ഷെ ഇനി അങ്ങനെ ഒരു 25 ബേസിസ് പോയിന്റ് കൂട്ടിയാലും മാർക്കറ്റ് അതിനോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേസമയത്ത് ഇത് കൂട്ടിയില്ല എങ്കിൽ അത് പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ റാലി ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് അതിനോട് അടുപ്പിച്ച് ഒരുപക്ഷെ എക്കാലത്തെ ഉയർന്ന നിലവാരം അടിച്ചേക്കും സെൻസെക്സും നിഫ്റ്റിയും. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് കഴിഞ്ഞ ആഴ്ച വന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം, വിദേശ ബാങ്കുകൾക്ക് അതൊരു ചരിത്രപരമായ ഒരു കാര്യമാണ്. കാരണം പണ്ട് ലിബറലൈസേഷന്റെ സമയത്ത് ഇന്ത്യയുടെ വാതിലുകൾ മറ്റ് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് തുറന്നു കൊടുത്തതുപോലെ വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യൻ ബാങ്കുകൾ വാങ്ങാനോ ഓഹരി പങ്കാളിത്തം നേടാനോ അനുവദിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനം രഘുറാം രാജനിൽ നിന്നുണ്ട്. അതിന്റെ റോഡ് മാപ്പ് തയ്യാറായി വരികയാണ്. അധികം താമസിയാതെ ആ പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ വാതിലുകൾ നമ്മൾ വീണ്ടും തുറന്നു കൊടുക്കുകയാണ്. ഇതാണ് പെട്ടെന്ന് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, കർണാടക ബാങ്ക് തുടങ്ങിയവയിൽ ഒരു സഡൻ സ്പർട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ ഓഹരികളുടെ വില ഇപ്പോഴും ഈ വർധനയ്ക്ക് ശേഷവും ഒരല്പം അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് തോന്നുന്നില്ലേ? അല്ല, ഇതും കൂടി പരിഗണിക്കുമ്പോൾ ഇത് പരിഗണിക്കുമ്പോൾ അണ്ടർ പ്രൈസ്ഡ് ആണ്. പക്ഷെ ഇത് പോളിസിയായി ബില്ല് പാസ്സായി വരണം. രഘുറാം രാജൻ ഇത് പാസ്സാക്കണം. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്ക് അതിനു മുമ്പ് ഈ സ്റ്റോക്കിൽ ചെറിയൊരു കറക്ഷൻ കൂടി വരാനുള്ള സാധ്യത, അത് വീണ്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അഗൈൻ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും വളരെ നല്ല റിട്ടേൺ നൽകുന്നു പേഷ്യൻസ് ഉള്ള നിക്ഷേപകർക്ക്. അപ്പോൾ വീണ്ടും കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണം, അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴും 1% ആണ്. ഇത്രയും നല്ല റിട്ടേൺ നൽകുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആളുകൾ വരാതിരിക്കുന്നതിൻ്റെ റീസൺ സ്പെക്കുലേഷൻ. പക്ഷേ അതിന് കുറേ ഒരു പരിധി വരെ ആ സ്പെക്കുലേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവർ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് മാറിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ വളരെ നല്ലൊരു സൈനാണ്. ഇപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നവരൊക്കെ തന്നെ നല്ല സ്റ്റോക്കുകൾ മേടിക്കാനും അവർ 2-3 സ്റ്റേജായിട്ട് മേടിക്കാനും അതുപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ ഭുവനേന്ദ്രൻ, അങ്ങനെ നോക്കുമ്പോഴും ഞാൻ പലപ്പോഴും ഒരു പഠനങ്ങളിൽ നിന്ന് കാണാറുള്ള ഒരു കാര്യം, കേരളത്തിൽ അടക്കമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ നിക്ഷേപകരെ കില്ല് ചെയ്ത് കളഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ അതിന്റെ ശതമാനക്കണക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഈ വിപണിയിൽ പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപം നല്ല ഇൻവെസ്റ്റേഴ്സിന്റെ തന്നെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇവർ തിരിച്ചു വരുന്ന ഒരു സൂചന താങ്കൾക്ക് തോന്നുന്നുണ്ടോ, ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക്? അല്ല, അത് തിരിച്ചു വരാനുള്ള സാഹചര്യമായിട്ടില്ല സനൽ. വീണ്ടും മാർക്കറ്റ് ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ന്യൂസ് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യുന്നു,
സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റിൽ വരാനുള്ള സാധ്യത, പിന്നെ ഇവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നതും പഴയ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ തിരിച്ചു വരാനുള്ള സാഹചര്യം വരും. അപ്പോൾ അത് കുറച്ചുകൂടെ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തെങ്കിൽ ആയിട്ടില്ല. അത് കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യണം മാർക്കറ്റ്. ഒരു അനദർ 6 months. ഇപ്പോഴും ഒരു പേടി എന്ന് പറയുന്നത് അഗൈൻ ഡിസംബറിൽ ഇലക്ഷൻ വരുന്നതിന്റെ ഒരു ഭയമുണ്ട്. തീർച്ചയായും അതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചൊക്കെ നിൽക്കുന്ന ഒരു ഫിയർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ വരുന്നു, സെൻട്രൽ ഇലക്ഷൻ വരുന്നു. അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് ഇനി മാർക്കറ്റ് പരിഗണിക്കാൻ പോകുന്നത്. നന്ദി ഭുവനേന്ദ്രൻ. എന്തായാലും മാർക്കറ്റ് ശക്തമായ രീതിയിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. നിഫ്റ്റി 6000-ന് മുകളിൽ വളരെ ശക്തിയോടുകൂടി തന്നെ നിലനിൽക്കുന്നു. കറക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ വളരെ നോർമൽ ആയിട്ടുള്ള നോമിനലായ കറക്ഷനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. വൻ തകർച്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും അടുത്ത ഒരു 3-4 ദിവസത്തേക്ക് തുടർച്ചയായ ഇടിവുകൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഞാൻ വിവിധ അനലിസ്റ്റുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വിവിധ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്നു. 29-ാം തീയതി റിസർവ് ബാങ്കിൻ്റെ വായ്പ നയം, രണ്ടാമത്തെ വായ്പ നയം രഘുറാം രാജൻ്റേത് വരാനിരിക്കുന്നു. ഇതെല്ലാം ഇനി വിധി നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു മന്ത്രത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.